നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മസാജ് പാർലറുകൾക്ക് പണം നൽകി സദാചാര വിരുദ്ധ പ്രവർത്തികൾ, 5 പ്രവാസികൾ അറസ്റ്റിൽ. കുവൈറ്റിൽ സദാചാര വിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടെന്ന കേസിൽ 5 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. സാൽമിയയിലെ ഒരു മസാജ് കേന്ദ്രത്തിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പണം നൽകി സദാചാര വിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നതാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റം. അറസ്റ്റിലായവരെ തുടർ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഏഷ്യക്കാരാണ് അറസ്റ്റിലായത്. കുറ്റാന്വേഷണ വകുപ്പ്, പൊതുമര്യാദാ സംരക്ഷണ വിഭാഗം എന്നിവയുമായി ചേർന്ന് രാജ്യത്തെ നിയമലംഘകരെ പിടികൂടാൻ നടത്തിയ പരിശോധനകളിലാണ് ഇവരെ പിടികൂടിയത്. കുവൈറ്റിൽ നിയമലംഘകരെ കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമായി തുടരുകയാണ്. താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 39 പ്രവാസികളെ കൂടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസിന്റെ സഹകരണത്തിൽ നടത്തിവരുന്ന സുരക്ഷാ ക്യാമ്പയിനിലാണ് ഇവർ പിടിയിലായത്. വിവിധ രാജ്യക്കാരാണ് അറസ്റ്റിലായത്. താമസ തൊഴിൽ നിയമലംഘകരായ 39 പേരെയും ഫർവാനിയ ഗവർണറേറ്റിൽ നിന്ന് യാചന നടത്തുന്ന 3 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. തുടർ നിയമ നടപടികൾക്കായി ഇവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി. കുവൈറ്റിൽ തൊഴിൽ താമസ നിയമലംഘകരായ പ്രവാസികൾക്കായി നടത്തിവരുന്ന പരിശോധനകൾ തുടരുകയാണ്. മാൻ പവർ പബ്ലിക് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെ ജൂൺ മാസം നടന്ന പരിശോധനകളിൽ ആകെ 922 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. തുടർ നടപടികൾ പൂർത്തിയാക്കി ഇവരെ രാജ്യത്തുനിന്ന് നാടുകടത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ കൈക്കൂലി, അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ, ചൂഷണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കേസുകളിൽ ഒരു മാസത്തിനിടെ 65 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കൺട്രോൾ ആൻഡ് ആന്റി കറപ്ഷൻ കമ്മീഷനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആഭ്യന്തരം, മുനിസിപ്പൽ, ഗ്രാമപാർപ്പിടം, ആരോഗ്യം, പ്രതിരോധം എന്നീ മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് പ്രതികൾ. ദുൽഹജ്ജ് മാസം നടത്തിയ 213 റെയ്ഡുകളിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.